CIC ഇത് അംഗീകരിച്ചില്ല എങ്കിൽ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാറി നിൽക്കണം. കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചതാണ്, അവസാനമായി പ്രഖ്യാപിച്ചു. പിന്നെ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് നിങ്ങളാണ്. സമസ്ത അവരെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുത്തു. ഇന്ന കാര്യങ്ങൾ ഉണ്ടായാലല്ലാതെ സമസ്തക്ക് അതുമായി ബന്ധമുണ്ടാവുകയില്ല എന്നുള്ള തീരുമാനം ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ശരിയാക്കി തരാമെന്നുള്ള നിലക്ക് സമസ്തയോട് ബന്ധപ്പെടുകയും അങ്ങനെ തൽക്കാലം പിന്നീട് ആ തീരുമാനം പിന്നെയും ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും നടന്നു. അവസാനം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല എന്നുള്ളത് കണ്ടപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാക്കളും സമസ്തയുടെ നേതാക്കളും ഒരുമിച്ചു. ആ മുസ്ലിം ലീഗിന്റെ നേതാക്കളായ കുഞ്ഞാലിക്കുട്ടി, ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ ആബിൽ ഹുസൈൻ തങ്ങൾ തുടങ്ങി സമസ്ത ലീഗിന്റെ നേതാക്കളും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ, ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കൊയ്യോട് ഉസ്താദ്, ബഹുമാനപ്പെട്ട MT ഉസ്താദ് തുടങ്ങിയുള്ള സമസ്തയുടെ ഭാഗത്തു നിന്നുള്ള നേതാക്കളും 4 പ്രാവശ്യം ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തു. 4 പ്രാവശ്യം പലയിടത്ത് കൂടി. കാരണം ഇത് വളരെ രഹസ്യമായി നടത്തിയ ചർച്ചകളാണ്. ആരെങ്കിലും അറിഞ്ഞാൽ അതൊക്കെ കൊളാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കൊണ്ടോട്ടി ലോഡ്ജിലും ഒക്കെ എടുത്തുകൊണ്ട് അവിടെയൊക്കെ ഇരുന്നുകൊണ്ടാണ് അവർ ചർച്ച ചെയ്തത്. അവസാനം 4ാമത്തെ ആ ചർച്ചയ്ക്ക് ശേഷം അവർ തീരുമാനമെടുത്തു. 9 കാര്യങ്ങൾ അവർ തീരുമാനിച്ചു. ഈ കാര്യങ്ങൾ അത് സമസ്തക്ക് നൽകുക, സമസ്ത അത് അംഗീകരിക്കും. അതുപോലെ തന്നെ CICക്ക് നൽകുക, അവരുടെ ജനറൽ ബോഡി കൂടി അതും അംഗീകരിക്കുക. അവര് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സമസ്ത ഒന്നും പറയരുത്. ഇതാണ് അവസാനം തീരുമാനിച്ചത്. ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത് അതിൽ പങ്കെടുത്ത PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളാണ്. അദ്ദേഹമാണ് ആ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ആ യോഗത്തിൽ ഉള്ളവനും അതുപോലെ തന്നെ അതിൽപ്പെട്ട 7 അംഗ സമിതി മുമ്പ് തെരഞ്ഞെടുത്ത സമിതി ആളുകളും കൂടി അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പ്രഖ്യാപനന്റെ ചോദ്യത്ത് കേട്ടതാ. അദ്ദേഹം അന്ന് പറഞ്ഞത് ഈ 9 തീരുമാനങ്ങൾ സമസ്ത അംഗീകരിക്കണം, ഈ 9 തീരുമാനങ്ങൾ CICയും അംഗീകരിക്കണം. അങ്ങനെ CIC അംഗീകരിച്ചാൽ സമസ്ത പിന്നൊന്നും പറയരുത്, യോജിച്ചു പോകണം. അല്ല, CIC ഇത് അംഗീകരിച്ചില്ല എങ്കിൽ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാറി നിൽക്കണം. കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചതാണ്, അവസാനമായി പ്രഖ്യാപിച്ചു. പിന്നെന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ അവസാനമായിട്ട് പല കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയല്ലോ. എന്നിട്ട് അപ്പോൾ ചിലപ്പോഴൊക്കെ അത് ആ 9 കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പറയാൻ മാത്രം നേരല്ല. ആ 9 കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറയും. പക്ഷെ വാസ്തവത്തിൽ അവർ അംഗീകരിച്ചിട്ടില്ല. അതിൽ ഒറ്റ കാര്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. ആ നിലക്കങ്ങനെ പോയി അവസാനം സമസ്തക്ക് വീണ്ടും ആ തീരുമാനം പുനഃപ്രഖ്യാപിക്കേണ്ടി വന്നു. ആ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ചേർന്ന സമസ്തയുടെ യോഗം തീരുമാനിച്ച തീരുമാനം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. സമസ്തക്ക് അതുമായിട്ട് ബന്ധമില്ല. അതിന്റെ കാരണങ്ങളും വിവരിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ 9 കാര്യങ്ങൾ അവർ അംഗീകരിച്ചില്ല. അതിന്റെ പുറമെ സമസ്ത മുമ്പ് തീരുമാനമെടുത്തിയിരുന്നു. അതായത് ആദർശേരി ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിരുന്നു. ആ തീരുമാനത്തിന് ഇതുവരെ മാറ്റം ഉണ്ടായിട്ടില്ല. ഈ 2 അടിസ്ഥാനത്തിലായിക്കൊണ്ട് അതുമായിട്ട് നമ്മൾ ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടൊപ്പം ഒരു ചെറിയ പഴുതു വെച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരെ പറഞ്ഞ് ശരിയാക്കി ഈ കാര്യങ്ങൾ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് MT ഉസ്താദിനെ വിളിച്ച് അവര് MT ഉസ്താദ് കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതൊക്കെ അവർ അംഗീകരിക്കുന്ന അവസരത്തിൽ ഈ തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് വെച്ചു. ഇതാണ് സമസ്തയും CICയും തമ്മിലുള്ളതായ ബന്ധം ഇന്ന് നിലനിൽക്കുന്നത്. ഇനി പലരും പല വിധത്തിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും ഇഷ്ടമുള്ളത് പറഞ്ഞുകൊണ്ടും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തിയത്.